Peace Radio. Tune to reality. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 159-ാം വചനത്തിൽ അറിവ് അറിയിക്കേണ്ട സാഹചര്യമുണ്ടായിട്ടും അത് പൂഴ്ത്തിവെക്കുന്ന മൂടിവെക്കുന്ന പുരോഹിതന്മാർക്കുള്ള ശിക്ഷയും അവരുടെ കുറ്റകൃത്യത്തിൻ്റെ കടുപ്പവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ എന്ന ഭാഗം വിശദീകരിക്കവേ ഇവിടെ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് എല്ലാ അറിവും അറിയിക്കാമോ, പറയാമോ, എല്ലാവരോടും പറയാമോ എന്നുള്ള വിഷയം. ലികുല്ലി മജാലിൻ റിജാൽ വലിക്കുല്ലി മഖാമിൻ മഖാൽ. അറബിയിൽ ഒരു തത്വമാണ്. പറയേണ്ടവരോടേ പറയാവൂ, പറയേണ്ട സന്ദർഭത്തിലേ പറയാവൂ എന്ന ആശയത്തിലാണ് ഈ തത്വങ്ങളുള്ളത്. ചിലരോട് നമുക്കറിയുന്ന കാര്യങ്ങളാണെങ്കിലും അത് പറയാൻ പാടുള്ളതല്ല. ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങൾ അവതരിപ്പിക്കാവതുമല്ല. ഇമാം ഹാഫിദ് ഇബ്നു അഹ്മദുൽ ഹകമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അൽ മീമിയ എന്ന പേരിൽ വിശ്രുതമായ കവിതയിൽ ഇപ്രകാരം പറഞ്ഞു: വൽകത്മു ലിൽ ഇൽമി ഫഹ്ദർ ഇന്ന കാതിമഹു ഫീ ലഅനത്തില്ലാഹി വൽ അഖ്വാമി കുല്ലിഹിമി വമിൻ ഉഖൂബതിഹി അന്ന ഫിൽ മആദി ലഹു മിനൽ ജഹീമി ലിജാമൻ ലൈസ കല്ലുജുമി വകാതിമുൽ ഇൽമി അമ്മൻ ലൈസ യഹ്മിലുഹു മാദാ ബികിത്മാന ബിലാ സൗനുൻ ഫലാ തുലിമി വഇന്നമൽ കത്മു മൻഉൽ ഇൽമി താലിബുഹു മിൻ മുസ്തഹിഖിൻ ലഹു ഫഫം വലാ തഹിമി. ഇവിടെ ഹാഫിദ് അൽ ഹകമി റഹ്മത്തുള്ളാഹി അലൈഹി അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. ഹിജ്റാബ്ദം 1377 മരണപ്പെട്ട മഹാൻ. ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ആട്ടിടയനായി ജോലി തുടർന്നു. ആടുകളെ മേക്കുമ്പോൾ ഒഴിവു സമയങ്ങളിൽ പാറപ്പുറത്ത് ഇരുന്ന് രചന നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചര്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ മിമിയയിൽ അദ്ദേഹം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ 4 വരികളാണ് ഞാനിവിടെ കേൾപ്പിച്ചത്. ഇൽമു മൂടിവെക്കുക എന്നുള്ളത് വൽകത്മു ലിൽ ഇൽമി ഫഹ്ദർ ഇന്ന കാതിമഹു, അത് മൂടിവെക്കുന്നവൻ തീർച്ചയായും ഫീ ലഅനത്തില്ലാഹി വൽ അഖ്വാമി കുല്ലിഹിമി, അള്ളാഹുവിൻ്റെ ലാനത്തിലാണ്, മുഴു ജനങ്ങളുടെയും ലാനത്തിലാണ്. ഇത് വളരെ ഗൗരവപൂർവ്വം കണ്ടോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല വമിൻ ഉഖൂബതിഹി അന്ന ഫിൽ മആദി ലഹു, ഈ കുറ്റത്തിൻ്റെ ശിക്ഷയിൽപ്പെട്ടതാണ് അന്ത്യനാളിൽ അവനുണ്ടായിരിക്കും മിനൽ ജഹീമി ലിജാമൻ ലൈസ കല്ലുജുമി, നരകത്തീനാലുള്ള മൂക്കയറുകൾ, അത് എല്ലാ മൂക്കയറുകളെ പോലെയുമല്ല. വകാതിമുൽ ഇൽമി അമ്മൻ ലൈസ യഹ്മിലുഹു, അറിവ് ഇല്ലാത്തവൻ്റെ മുന്നിൽ അറിവിനെ മൂടിവെക്കുന്നവൻ മാദാ ബികിത്മാന ബിലാ സൗനുൻ ഫലാ തുലുമി, ആ മൂടിവെക്കുന്നത് കൊണ്ട് എന്താണ് അവനുള്ളത്? അതുകൊണ്ട് തന്നെ ഇത്തരം ശിക്ഷകൾ വരുമ്പോൾ അതിൽ ആക്ഷേപിക്കേണ്ട, കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. അദ്ദേഹം തുടർന്ന് പറയുന്ന വരി, അതാണ് നമ്മുടെ വിഷയം. വഇന്നമൽ കത്മു മൻഉൽ ഇൽമി താലിബുഹു മിൻ മുസ്തഹിഖിൻ ലഹു, അറിവ് അർഹിക്കുന്ന ഒരു വ്യക്തി അറിവ് തേടുമ്പോൾ അതാണ് അറിവ് പൂഴ്ത്തിവെക്കൽ. ഫഫം വലാ തഹിമി, അതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ വേണ്ടി ഉണർത്തുകയാണ്. അപ്പോൾ അറിവ് അർഹിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ അറിവ് മൂടിവെക്കുക എന്നതാണ് കുറ്റകരം. എല്ലാ അറിവ് അഭ്യസിക്കുന്നവരും അറിവ് അന്വേഷിക്കുന്നവരും ഒരുപോലെയല്ല. ഇപ്പോൾ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ലാ തഅല്ലമുൽ ഇൽമ ലിതുബാഹു ബിഹിൽ ഉലമ, പണ്ഡിതന്മാരോട് പെരുമ കാണിക്കാൻ നിങ്ങൾ ഇൽമ അന്വേഷിക്കരുത്, അഭ്യസിക്കരുത്. ഔ ലിതുമാറു ബിഹി സുഫഹ, അല്ലെങ്കിൽ വിവരദോഷികളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിവന്വേഷിക്കരുത്. ഔ ലി തസ്രിഫു വുജൂഹന്നാസി ഇലൈക്കും, അല്ലെങ്കിൽ ജനശ്രദ്ധ, ജനങ്ങളുടെ മുഖങ്ങൾ നിങ്ങളിലേക്ക് തിരിക്കാൻ, ലോകമാന്യത, അതാണ് ഉദ്ദേശം. നിങ്ങൾ അറിവന്വേഷിക്കരുത്. ഫമൻ ഫഅല ദാലിക ഫഹുവ ഫിന്നാർ, അങ്ങനെ അറിവന്വേഷിക്കുന്നവരാണ് എങ്കിൽ അവൻ നരകത്തിയിലാകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാഹ്. അറിവ് തേടുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചില
വിഷയങ്ങളുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അറിവ് ചോദിക്കുന്നവൻ മുതഅന്നിതൻ, ഒരു ദുശ്ശാഠ്യക്കാരനാണ്. അല്ലെങ്കിൽ യുരീദിൽ ഈഖാ ബിൽ മസ്ഊൽ, ചോദിക്കപ്പെടുന്ന പണ്ഡിതന്മാരെ കുഴിയിൽ വീഴ്ത്താൻ ഉദ്ദേശിച്ച് ചോദിക്കുന്നവനാണ്. അല്ലെങ്കിൽ ദർബ ആറാഇൽ ഉലമ ബഅ്ദുഹ ബിബഅദ്, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ എടുത്ത് ഒന്നൊന്നിനെ അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും അതേപോലെ സന്ദേഹങ്ങളും സംശയങ്ങളൊക്കെ പരത്താനൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതേപോലെ ചിലരുടെ ചോദ്യം എത്രത്തബു അല ഇജാബത്തിഹി മഫ്സദ എന്നാണ്. അത്തരക്കാർക്ക് ഉത്തരം നൽകിയിട്ടുണ്ടെങ്കിൽ ഫസാദാണ് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകരുത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇത് ഇൽമ് മൂടി വെക്കലല്ല, പിന്നെയോ ഇത് ഫസാദ് തടുക്കലാണ്, നന്മ പരിഗണിക്കലാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. എല്ലാ അറിവന്വേഷിക്കുന്നവരും ചോദ്യകർത്താക്കളും നല്ല ഉദ്ദേശത്തിലും മാന്യമായ ലക്ഷ്യത്തിലുമല്ല എന്നുള്ളതാണ്. അത്തരക്കാരോട് പ്രതികരിക്കാതിരുന്നാൽ അതൊരിക്കലും ഇൽമ് മൂടി വെക്കലല്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ സെയ്ദ് ബിൻ അസ്ലം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു വ്യക്തി ചോദ്യം ചോദിച്ചു വന്നു. ദുരുദ്ദേശത്തിലാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ചോദ്യം ചോദിക്കാൻ തന്നെ മൂപ്പർക്ക് ബബ്ബെ അടിക്കുക എന്ന് പറയില്ല, അതുപോലെയാണ്. സെയ്ദ് ബിൻ അസ്ലം റഹ്മത്തുള്ളാഹി അലൈഹി ചോദ്യകർത്താവിനോട് പറഞ്ഞത്, ഇദ്ഹബ് ഫതഅല്ലം കൈഫ തസ്അൽ സുമ്മ തആൽ ഫസൽ, ആദ്യം പോയിട്ട് എങ്ങനെ ചോദിക്കണം എന്നുള്ളത് പഠിക്ക്, എന്നിട്ട് വന്നിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ചോദ്യകർത്താവിനോട് പ്രതികരിക്കാതെ മടക്കി അയച്ചു എന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് മുആദ അൽ അദവിയ റളിയല്ലാഹു തആല അൻഹ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് നമ്മൾ ഹദീസുകളിൽ വായിക്കും. മഹദിയുടെ ചോദ്യം, മാ ബാലുൽ ഹായിദി തഖ്ദി അസ്സൗമ വലാ തഖ്ദി അസ്സലാഹ്, ഋതുമതിയുടെ വിഷയം എന്താണ്? അവർ നോമ്പ് ഖദാ വീട്ടുന്നു, നിസ്കാരം ഖദാ വീട്ടുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് ഉടനടി ചോദിച്ചത് അഹറൂറിയത്തുൻ അൻതി എന്നാണ്. നിങ്ങൾ ഹറൂറ നാട്ടുകാരിയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ മുആദ പറഞ്ഞു, ലസ്തു ബി ഹറൂറിയത്തിൻ, ഞാൻ ഹറൂറ നാട്ടുകാരിയല്ല, വലാകിന്നി അസ്അലു, ഞാൻ പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് മറുപടി പറഞ്ഞു. എന്തിനാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അഹറൂറിയത്തുൻ അൻതി എന്ന് മുആദയോട് ചോദിച്ചത്? അവിടെ ഖവാരിജുകൾ പരിലസിക്കുന്ന നാടാണ്. ഖവാരിജുകൾ എപ്പോഴും കുതർക്കത്തിൻ്റെയും കുബുദ്ധിയുടെയും ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖവാരിജുകളിൽപ്പെട്ടവളാണ് എങ്കിൽ നിന്റെ ചോദ്യത്തോട് പ്രതികരിക്കാനില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ പറഞ്ഞത്. പൂർവികർ ഈ ഒരു വിഷയം ഗൗരവത്തിൽ കണ്ടിട്ടുണ്ട്, കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദിച്ചു വരുന്നവരോടെല്ലാം അവരാരെന്ന് നോക്കാതെ അവരുടെ ലക്ഷ്യമെന്തെന്ന് അന്വേഷിക്കാതെ പറഞ്ഞു കൊടുക്കുന്ന പ്രവണത അതായിരുന്നില്ല സച്ചരിതർക്ക്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മജ്ലിസിൽ നടന്ന ഒരു സംഭാഷണം ഇപ്രകാരം വായിക്കാം. ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അതവദ്ദഉ ബിമാഇൻ നൂറ, നൂറ് കലർന്ന വെള്ളം അതുകൊണ്ട് ഉദു എടുക്കാമോ? അപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാ ഉഹ്ബു ദാലിക്, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടനെ ചോദ്യകർത്താവ്, അതവദ്ദഉ ബിമാഇൽ ബാഖില്ല, ചീരയും ഇലയുമൊക്കെ കലർന്ന വെള്ളം അതിൽ ഉദു എടുക്കാമോ? അപ്പോഴും ഇമാം അഹ്മദ് ബിൻ ഹംബൽ മാ ഉഹ്ബു ദാലിക് എന്ന് പ്രതികരിച്ചു. അങ്ങനെ ചോദ്യകർത്താവ് എഴുന്നേറ്റ് പോകുമ്പോൾ ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, മാദാ തഖൂലു ഇദാ ദഖൽതൽ മസ്ജിദ്, താങ്കൾ പള്ളിയിൽ പ്രവേശിച്ചാൽ എന്താ ചൊല്ലുക? ഫസക്കത്ത്, അപ്പോൾ ചോദ്യകർത്താവ് മൗനം ദീക്ഷിച്ചു. മാദാ തഖൂലു ഇദാ ഖറജ്ത മിനൽ മസ്ജിദ്, മസ്ജിദിൽ നിന്ന് പുറത്ത് കിടന്നാൽ നിങ്ങൾ എന്താ ചൊല്ലുക? അപ്പോഴും ഫസക്കത്ത്, ചോദ്യകർത്താവ് മൗനം ദീക്ഷിച്ചു. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, ഇദ്ഹബ് ഫതഅല്ലം ഹാദിഹി ഖബ്ല അൻ തസ്അല അനിൽ വുദു ബിമാഇൽ ബാഖില്ല, ചീര വീണ ഇലകൾ വീണ വെള്ളം കൊണ്ട് ഒതു ചെയ്യാമോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പോയിട്ട് പഠിക്ക്. പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്ത് ചെല്ലണം, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം, അതൊക്കെ പഠിച്ചതിന് ശേഷം ഇത്തരം സൂക്ഷ്മമായ മസ്അലകളെക്കുറിച്ചൊക്കെ ചോദിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അയാളോട് പറഞ്ഞു എന്നാണ്. ചില ചോദ്യകർത്താക്കൾ അവർ അറിയേണ്ടത് അറിയാനോ അറിയേണ്ട അത്യാവശ്യ മസ്അലകളെ, അടിസ്ഥാന മസ്അലകളെ അറിയാനോ വേണ്ടിയല്ല ചോദിക്കുക. ഇങ്ങനെയുള്ള ചോദ്യകർത്താക്കളാണ് എങ്കിൽ അവരെ അറിയിച്ചില്ല, അവരെ പഠിപ്പിച്ചില്ല എന്നതിനാൽ അറിവ് മൂടിവെച്ചു എന്ന് അവരുടെ വിഷയത്തിൽ വിധിക്കാൻ, വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. ഇത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രങ്ങളെ ഇവിടെ ഉദ്ധരിച്ചത്. ചില വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ അതിനാൽ ഫസാദാണോ ഉണ്ടാവുക, അതല്ല അതിനാൽ സലാഹാണോ ഉണ്ടാവുക, ഖൈറാണോ ഷർറാണോ ഉണ്ടാവുക, ഇത് പൂർവികർ സഗൗരവം ആലോചിച്ചിരുന്നു. അതിത്തരം സന്ദർഭങ്ങളിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണ്. അൽ ഖാദി
ഇബ്ൻ അബിയാല അദ്ദേഹത്തിൻ്റെ തബഖാത്തിൽ അബൂ ജാഫർ ഹാറൂനുൽ അന്താഖിയെ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ നിന്ന് വിദ്യാഭ്യസിച്ച മഹാനായിരുന്നു അബൂ ജാഫർ ഹാറൂനുൽ അന്താഖി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിച്ച നാളിൽ കുറേ പരീക്ഷണങ്ങൾക്ക് വിധേയനായിരുന്നു. പ്രത്യേകിച്ച് ഭരണാധികാരികളുടെ തലങ്ങളിൽ നിന്ന്. ഭരണാധികാരികളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ ശിഷ്യന് ഹാറൂൻ അൽ അന്താഖിക്ക് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുക്കുമ്പോൾ അനുബന്ധം പറയുമായിരുന്നു എന്നാണ്. എന്ത്? യാ അബാ ജാഫർ ഹാദാ ഖൈതു റഖബതി ഫൻദുർ കൈഫ്. അബൂ ജാഫർ, എൻ്റെ പിരടിയിലെ നിരമ്പാണിത്, അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ചിന്തിക്കണേ എന്നാണ്. എന്ന് പറഞ്ഞെങ്കിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചില ഹദീസുകൾ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഴുത്തുകൊത്തുന്ന, ശിരച്ഛേദം നടത്തുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളത് അറിയിക്കുകയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ പ്രയോഗത്തിലൂടെ റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം അന്ന് ആളുകളിൽ ഖലീഫ അൽ മുഅ്തസിം ബില്ല, അതേപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പ് അൽ മഅ്മൂൻ, അൽ അമീൻ, ഇവരൊക്കെ എങ്ങനെയായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പെരുമാറിയിരുന്നത്? എത്ര ശത്രുതാപൂർവമായിരുന്നു അവരുടെയൊക്കെ നീക്കങ്ങൾ, അത് ഏവർക്കും അറിയാം. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹാറൂൻ അൽ അന്താഖിയോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ ഹദീസുകൾ പരസ്യപ്പെടുത്തരുത് എന്നുള്ളതാണ്. ഇമാം അസ്സാലബി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് പ്രവേശിക്കും. അൽ ഹസൻ അബു അലി അസ്സാലബി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പണ്ഡിതനായിരുന്നു. അൽ ഖല്ലാൽ അദ്ദേഹത്തിൻ്റെ അസുന്നയിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് ഞാനിവിടെ കേൾപ്പിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ സാലബിയോട് പറയും, ഇന്നി ഉഫ്ഷി ഇലൈക മാല ഉഫ്ഷീഹി ഇലാ വലദി വല ഇലാ ഗൈരിഹി. എൻ്റെ മക്കളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ ഞാൻ പരസ്യപ്പെടുത്താത്തതാണ് അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരുന്നത്, അങ്ങയോട് പരസ്യപ്പെടുത്തുന്നത് എന്ന്. അപ്പോൾ അൽ ഹസൻ അബു അലി അസാലബി ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറയുന്നത്, ലക ഇൻദി മാ ഖാലഹുൽ അബ്ബാസു ലി ഇബ്നിഹി അബ്ദുല്ലാഹ്. അബ്ബാസ് ഇബ്ൻ അബ്ദുൽ മുത്തലിബ് മകൻ അബ്ദുല്ലാഹ് ഇബ്ൻ അബ്ബാസിനോട് പറഞ്ഞത് എന്തോ അതാണ് എനിക്ക് നിങ്ങളോട് വാഗ്ദാനം ചെയ്യാനുള്ളത്, തരാനുള്ളത്, ഉറപ്പായിട്ട് കരാറായിട്ട്. അതെന്താ? അബ്ദുല്ലാഹ് ഇബ്ൻ അബ്ബാസ് മകൻ അബ്ദുള്ളയോട് പറയാറുണ്ട്, ഇന്ന ഉമറ യുക്രിമുക് വയുഖദ്ദിമുക് ഫലാ തുഫ്ഷി ലഹു സിർറൻ. ഉമർ താങ്കളെ ആദരിക്കുന്നു, താങ്കൾക്ക് മുൻഗണന നൽകുന്നു, അതുകൊണ്ട് ഉമറിൻ്റെ ഒരു രഹസ്യവും പരസ്യമാക്കരുതേ. ഈ അബ്ബാസിൻ്റെ മകനോടുള്ള വസിയത്ത്, അതാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വാക്ക്, ഉറപ്പ്. ഇതാണ് അദ്ദേഹം സാലബി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അനുബന്ധം പറയും, ഫഇൻ അമുത് ഫഖദ് ദഹബ് വഇൻ അഇഷ് ഫലൻ ഉഹദ്ദിസ ബിഹാ അൻക്. ഞാൻ മരിക്കുകയാണ് എങ്കിൽ മരണത്തോടു കൂടി താങ്കൾ പകർന്നത് പോയി പോകും, അതല്ല ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ താങ്കൾ പറഞ്ഞതായി ഞാൻ ഒരിക്കലും ഇത് ഉദ്ധരിക്കുകയില്ല എന്ന് സാലബി പറയുമെന്നാണ്. അങ്ങനെ ഖല്ലാൽ പറയുകയാണ്, ഫകാന യുഫ്ഷി ലഹു അഷ്യാ കസീറ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അബു അലി സാലബിയോട് കുറേ രഹസ്യ വിജ്ഞാനങ്ങൾ, ഹദീസുകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ്. ഞാൻ ഈ ഒരു ഭാഗം പ്രത്യേകം ഉണർത്തിയത്, ചോദ്യകർത്താക്കൾ അറിവ് അന്വേഷിച്ച് വരുമ്പോൾ ആരാണ് ഈ ചോദ്യകർത്താക്കൾ എന്നുള്ള വിഷയം ഗൗരവത്തിൽ കണക്കാക്കേണ്ടതാണ്. അതേപോലെ പറയുന്ന സന്ദർഭവും സാഹചര്യവും വിഷയവും അതും സഗൗരവവും കണക്കിലെടുക്കേണ്ട വിഷയമാണ്. ഇത് മനസ്സിലാക്കാനാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ചില്ലേ, ഹദ്ദിസുന്നാസ ബിമാ യഅരിഫൂൻ അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു. ഹദ്ദിസുന്നാസ് ബിമാ യഅരിഫൂൻ. ജനങ്ങൾക്ക് ഗ്രാഹ്യമാകുന്നത്, മനസ്സിലാകുന്നത് നിങ്ങൾ ജനങ്ങളോട് പറയുക. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം കളവാക്കപ്പെടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാവുന്ന, താങ്ങാവുന്ന വിഷയങ്ങളെ ജനങ്ങളോട് പറയാവൂ. മാ അൻത മുഹദ്ദിസൻ ഖൗമൻ ഹദീസൻ ലാ തബ്ലുഗുഹു ഉഖൂലുഹും ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ജനങ്ങളുടെ ബുദ്ധിയിലേക്ക് എത്തുകയില്ലാത്ത ഒരു ഹദീസ് ആളുകളോട് നീ പറയുകയായാൽ അത് ചിലർക്ക് ഫിത്നയായി മാറും എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഫിത്നയാകുന്ന, ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകാത്ത ചില വിഷയങ്ങൾ അത് അവരോട് പറയരുതേ എന്നാണ് ഇവിടെ അലിയും ഇബ്നു മസ്ഊദും റളിയല്ലാഹു അൻഹുമ പറയുന്നത്. അതിനാൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും, ഉദ്ദേശം തെറ്റായി മനസ്സിലാക്കി പ്രമാണവചനങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. മുആദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്രാമൃഗത്തിൻ്റെ പിന്നിൽ നബിയോട് ഒട്ടി സഞ്ചരിച്ച ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് യാ മുആദ് എന്ന്. അപ്പോൾ ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക് എന്ന് മറുപടി പറഞ്ഞ് മുആദ് റളിയല്ലാഹു തആല അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമായിരിക്കുകയാണ് ചില വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നത്. അതിൽ മാമിൻ അബ്ദി യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം ഖൽബിൽ നിന്ന് സത്യസന്ധമായി പറയുന്നവൻ അവനെ അള്ളാഹു നരകത്തീയിന് വിലങ്ങും ഹറാമാക്കും എന്ന അർത്ഥത്തിലുള്ള തിരുമൊഴി പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അഫല ഉഖ്ബിറു ബിഹന്നാസ് ഫയസ്തബ്ശിറു. തിരുദൂതരെ, ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ, അവർക്ക് സന്തോഷിക്കാമല്ലോ. എന്താ തിരുനബി പറഞ്ഞത്? ലാ ഇന്നി അഖാഫു അൻ യത്തകിലു അലൈഹി. ജനങ്ങളോട് പറയണ്ട, അവർ അതിൽ ആശ്രിതരായി ഭരമേൽപ്പിക്കുന്നവരായി ജീവിക്കുമെന്ന് ഞാൻ ഭയക്കുന്നു. എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിൽ വിമുഖരായി ഈ കലിമ ചൊല്ലലിൽ മാത്രം പരിമിതപ്പെടുന്നവരായിട്ട് ആളുകൾ ഇതിനെ മനസ്സിലാക്കും. മുആദിനെ പോലുള്ളവരോട് ഇത് പറയുന്നതിൽ പ്രശ്നമല്ല. കാരണം അവർക്കറിയാം സാക്ഷ്യവചനങ്ങൾ മാത്രം പോരാ, കർമ്മങ്ങൾ സാക്ഷ്യവചനങ്ങളെ മാറ്റിക്കൂട്ടാൻ, സാക്ഷ്യവചനങ്ങളെ അടിസ്ഥാനമാക്കി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളത് അറിയാം. പക്ഷേ പാമര ജനങ്ങൾ ഒരു വേള അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടെന്ന് പറഞ്ഞത്. പിന്നെ മുആദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ മരണാസന്നമായ സമയത്ത് താൻ പഠിച്ച ഈ ഒരു വിഷയം ആളുകളോട് പറയുകയുണ്ടായി. അതാണ് ഫഅഖ്ബറ ബിഹാ മുആദുൻ ഇൻദ മൗതിഹി തഅസ്സുമൻ എന്ന് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം. അറിവ് മൂടിവെച്ച കുറ്റം തനിക്ക് വന്നു പോകുമോ എന്ന് വിചാരിച്ച് മരണവേളയിൽ അദ്ദേഹം ഇത് പറയുകയുണ്ടായി എന്നാണ്. ആളുകളൊക്കെ അറിഞ്ഞു മനസ്സിലാക്കി പഠിച്ചു. സാക്ഷ്യവചനങ്ങൾ മാത്രം പോരാ, കർമ്മങ്ങൾ വേണം ഈമാനിന്, ഇസ്ലാമിന് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇത് അറിയിക്കുകയാണ് ഉണ്ടായത്, പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. ചില വിഷയങ്ങൾ ചിലർ ദുരുപയോഗപ്പെടുത്തുന്ന അവസ്ഥ മനസ്സിലാക്കിയാൽ, അറിവുള്ള കാര്യങ്ങളാണെങ്കിലും അത്തരക്കാരോട് ഓതാൻ പാടുള്ളതല്ല എന്നറിയിക്കുന്ന ഒരു സംഭവം ഇമാം ബുഖാരി നിവേദനം ചെയ്തത് കാണാം. അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ വിഷയത്തിൽ ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞ ഒരു വചനമാണ് ആ വിഷയത്തിൽ സുപ്രധാനം. അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി, ഇറാഖിൻ്റെ ഗവർണർ, ഹിജ്റയുടെ 40-ലോ 41-ലൊക്കെയാണ് അദ്ദേഹം ജനിക്കുന്നത്. അൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു ക്രൂരനായ ഭരണാധികാരിയായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇമാം അൽ ഹാഫിദ് ദഹബി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, അൽ ഹജ്ജാജ് അഹ്ലകഹുല്ലാ ഫി റമദാൻ സനത 95 കഹ്ലൻ. ഹജ്ജാജ് മധ്യവയസ്കനായിരിക്കെ ഹിജ്റയുടെ 95-ലാണ് മരണപ്പെടുന്നത്. വഖാന ദലൂമൻ ജബ്ബാറൻ നാസിബിയൻ ഖബീസൻ സഫാകൻ ലിദിമ. വലിയ അക്രമിയായിരുന്നു, പോക്കിരിയായിരുന്നു, അഹ്ലുബൈത്തിനോട് ശത്രുത വെച്ചിരുന്ന ആളായിരുന്നു, രക്തം ചിന്തുന്ന മനുഷ്യനായിരുന്നു. വഖാന ദാ ശജാഅത്തിൻ വ ഇഖ്ദാമിൻ വ മക്രിൻ വ ദഹാഇൻ വ ഫസാഹത്തിൻ വ ബലാഗത്തിൻ വ തഅദീമിൻ ലിൽ ഖുർആൻ. ധീരനായിരുന്നു, വീരനായിരുന്നു, തന്ത്രമുള്ളവനായിരുന്നു, ബുദ്ധിയുള്ളവനായിരുന്നു, അറബി ഭാഷയിൽ സാഹിത്യവും വാചാലതയുമുള്ളവനായിരുന്നു, വിശുദ്ധ ഖുർആനിനെ ബഹുമാനിക്കുന്നവനായിരുന്നു. ഇതൊക്കെ ഹജ്ജാജിനെക്കുറിച്ച് ദഹബിയുടെ വിശേഷണവും വിധിയുമാണ്. പിന്നെ കുറേ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ഈ ഹജ്ജാജിനെ കുറിച്ച് പറഞ്ഞത്, ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹദ്ദിസ്നി ബി അശദ്ദി ഉഖൂബത്തിൻ ആഖബഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഏറ്റവും കടുത്ത ശിക്ഷ ഏതാണ് എന്ന് എന്നോട് പറയൂ. ഇതാണ് ഹജ്ജാജ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഏറ്റവും കടുത്ത ശിക്ഷ ആർക്കുള്ളതാണ്? അത് അൽ ഉറനിയൂൻ എന്ന പേരിൽ ഒരു വിഭാഗം ആളുകൾ, ഈ ഉക്കൽ, ഉറൈന ഗോത്രങ്ങളിൽ നിന്ന് മദീനയിലേക്ക് വന്ന കുറച്ച് ആളുകൾ, അവർ കപടന്മാരായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പേരിൽ ബയ്യത്തൊക്കെ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിക്കുകയായിരുന്നു. മദീനയിൽ തങ്ങൾക്ക് താമസിക്കാൻ പ്രയാസമാണ്, രോഗം വരികയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിവിടെ മദീനയിൽ താമസിക്കാൻ കഴിയില്ല, ഞങ്ങൾ രോഗികളാകുകയാണ് എന്നൊക്കെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ മുതലുകളിൽ നിന്ന് ഒട്ടകങ്ങളെ അവർക്ക് കൊടുത്തു. ആ ഒട്ടകങ്ങളുടെ ഇടയനെയും അവരുടെ കൂടെ നിശ്ചയിച്ചു. എന്നിട്ട് അതിൻ്റെ പാല് കുടിക്കാൻ പറഞ്ഞു, അവയുടെ മൂത്രം കുടിക്കാൻ പറഞ്ഞു, മരുന്നെന്നോണം. അങ്ങനെ അവർ ഈ ഇടയനോടൊപ്പം മദീനയിൽ നിന്ന് പുറത്തു പോയി പാലൊക്കെ കുടിച്ച്, രോഗശമനത്തിന് മൂത്രം മരുന്നായിട്ട് കുടിച്ച് അവർ രോഗം മാറി, തടിച്ചു, കൊഴുത്തു. പക്ഷേ അവർ വഞ്ചകന്മാരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ നിയോഗിച്ച ഈ ഇടയനെ അവർ കൊല്ലുകയും മരിപ്പറമ്പിൻ്റെ ചൂടിൽ തള്ളുകയും ഈ ഒട്ടകങ്ങളെ കവർന്ന് അവർ പോവുകയുണ്ടായി. അവർക്ക് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ശിക്ഷ അതായിരുന്നു ഏറ്റവും കടുത്ത ശിക്ഷ. എന്താണോ അവർ ഇടയനെ ചെയ്തത് അതൊക്കെയും
അവർക്കും ശിക്ഷയായിട്ട് നൽകുകയുണ്ടായി. ഇത് അനസ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജാജിനോട് പറഞ്ഞു. കടുത്ത ശിക്ഷാവിധി നൽകി താൻ പ്രതിയോഗികളെന്ന് കാണുന്നവരെ ഒതുക്കിയിരുന്ന ഹജ്ജാജ് തൻ്റെ ചെയ്തിക്ക് തെളിവ് നോക്കുകയാണ് ഈ ചോദ്യത്തിലൂടെ. അനസ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയം വിശദീകരിച്ചപ്പോൾ ഇത് ഇമാം അൽ ഹസനുൽ ബസരി അറിയുകയുണ്ടായി. അവിടെയാണ് ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞത്, വദിത്തു അന്നഹു ലം യുഹദ്ദിസുഹു ബിഹാദ, ഹജ്ജാജിനോട് അനസ് ഈ ഹദീസ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി, ആഗ്രഹിച്ചു പോയി എന്ന്. അപ്പോൾ ഒരു ഇൽമ്, ഒരു ഹദീസ് അതന്വേഷിക്കുന്നവൻ, അത് ചോദിക്കുന്നവൻ എന്തിനാണ് ഇത് ചോദിക്കുന്നത് എന്ന ബോധം അത് അവതരിപ്പിക്കുന്നവർക്ക് വേണം. ദുരുപയോഗപ്പെടുത്താനാണ് എങ്കിൽ അവിടെ അത് അവതരിപ്പിക്കാൻ പാടുള്ളതല്ല എന്നതാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ള പാഠം. ഇപ്രകാരം മറ്റൊരു ഉദാഹരണം ഇമാം യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസിയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതനും മാലിക്കി മദ്ഹബിൽ വിശ്രുതനുമാണ് ഇമാം യഹ്യ ഇബ്നു യഹ്യ എന്നവർ. അദ്ദേഹത്തോട് ഖുർത്തുബയിലെ ഭരണാധികാരി അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ അദ്ദാഖിൽ ഒരിക്കൽ മസ്അല ചോദിക്കുകയുണ്ടായി. ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ അദ്ദാഖിൽ സഖർ ഖുറൈഷ് എന്ന് അബ്ബാസി ഖലീഫ അബൂ ജാഫർ അൽ മൻസൂർ പേരിട്ട് വിളിച്ച ഭരണാധികാരിയാണ്. അദ്ദാഖിൽ എന്ന് അപ്രകാരം അദ്ദേഹത്തിന് സ്ഥാനപ്പേരുണ്ട്. സഖർ ഖുറൈഷ് എന്ന് പറഞ്ഞാൽ ഖുറൈശികളിലെ കഴുകൻ എന്നാണ് അർത്ഥം. അദ്ദാഖിൽ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചവൻ എന്നാണ് അർത്ഥം. അമവി ഭരണാധികാരി ഹിഷാം ഇബിൻ അബ്ദുൽ മലിക് ഇബിൻ മർവാൻ്റെ മകൻ മുആവിയയുടെ മകനാണ് ഈ അബ്ദുറഹ്മാൻ. സഹാബി വര്യനായ മുആവിയ അല്ല, ഹിഷാം ബിൻ അബ്ദുൽ മലിക്കിൻ്റെ മകൻ മുആവിയയുടെ മകൻ അബ്ദുറഹ്മാനാണ്. യതീമായിരുന്നു ഈ അബ്ദുറഹ്മാൻ. അമവി ഭരണകൂടം അസ്തമിച്ചു. അബ്ബാസികൾ അമവികളെ നാമാവശേഷമാക്കി. അങ്ങനെ അബ്ബാസികൾ ഭരണം കൈയാളുന്ന കാലത്ത് 171 അല്ലെങ്കിൽ 171 ശേഷമാണ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ മരിക്കുന്നത്. 132 അമവി ഭരണം നാമാവശേഷമാകുന്നത്, അബ്ബാസി ഭരണകൂടം നിലവിൽ വരുന്നത്. എല്ലാ അമവികളെയും ഇല്ലായ്മ ചെയ്യാൻ, പ്രത്യേകിച്ച് ഭരണകൂടം കൈയാളിയിരുന്ന അമവികളെ അബ്ബാസികൾ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ച് അവരിൽ നിന്ന് അത്ഭുതകരമായ വിധം അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ മുങ്ങി. വളരെ സാഹസപ്പെട്ട അയാൾ സ്പെയിനിലെത്തി. അങ്ങനെ ലോകത്തെല്ലായിടത്തും അമവി ഭരണകൂടം നിഷ്പ്രഭമായപ്പോൾ അമവികളുടെ ഭരണം സ്പെയിനിൽ സ്ഥാപിച്ചു തുടർത്തിയ ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ എന്ന് പറയുന്ന യതീം, അനാഥൻ. വളരെ യശസ്സുറ്റ ഒരു ഭരണമായിരുന്നു ഇദ്ദേഹം ഖുർത്തുബ ആസ്ഥാനമാക്കിയിട്ട് അവിടെ സ്ഥാപിക്കുകയുണ്ടായത്. ഏതായാലും നമ്മുടെ വിഷയം, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകലിൽ നോമ്പുകാരനായിരിക്കെ അബ്ദുറഹ്മാൻ ഇബ്നു മുആവിയ അദ്ദാഖിൽ തൻ്റെ ഇണയുമായി കിടപ്പറ പങ്കിട്ടു. അദ്ദേഹത്തിന് തെറ്റുബോധ്യായി. വലിയ കുറ്റമാണ് താൻ ചെയ്തതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസിയോട് അദ്ദേഹം മസ്അല ചോദിച്ചു. അപ്പോൾ 60 ദിവസം നോമ്പെടുത്ത് പ്രായശ്ചിത്തം ചെയ്യാൻ ഇമാം യഹ്യ ഇബ്നു യഹ്യ അദ്ദേഹത്തിന് ഫത്വ നൽകി. നോമ്പെടുക്കാൻ കഴിയാത്തവർക്ക് അടിമയെ മോചിപ്പിക്കാനും അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകാനും അവസരമുണ്ട്. ഈ അടിമ മോചനത്തിൻ്റെയും 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെയും പ്രായശ്ചിത്ത മസ്അല യഹ്യ ഇബ്നു യഹ്യ അവിടെ പറഞ്ഞില്ല. ആ സദസ്സിൽ പണ്ഡിതന്മാരുണ്ടായിരുന്നു. യഹ്യ ഇബ്നു യഹ്യയോടുള്ള ആദരവ് കാരണത്താൽ അവർ ഈ പ്രായശ്ചിത്തങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുക പോലും ചെയ്തില്ല. പക്ഷേ സദസ്സ് പിരിഞ്ഞപ്പോൾ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ടല്ലോ, 60 ദിവസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക സാധിക്കാത്തവർ, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, എന്തുകൊണ്ട് താങ്കൾ 60 ദിവസം നോമ്പെടുക്കുന്ന വിഷയം പ്രത്യേകമാക്കി എന്ന് പറഞ്ഞപ്പോൾ ഇമാം യഹ്യ ഇബ്നു യഹ്യയുടെ പ്രതികരണം, ലൗ ഫതഹ്നാ ലഹു ഹാദൽ ബാബ് ലവതിഅ കുല്ല യൗമിൻ വഅതക ഔ അത്അമ. ആ വാതിൽ ഈ ഭരണാധികാരിക്ക് തുറന്നിട്ടാൽ എല്ലാ ദിവസവും നോമ്പെടുത്ത് തൻ്റെ ഇണയെ പ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഒരടിമയെ മോചിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ 60 പേർക്ക് ഭക്ഷണം കൊടുത്താൽ മതി. അതൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ക്ഷിപ്രസാധ്യമാണ്. അതുകൊണ്ട് ഈ തെറ്റ് തുടരും. അതുകൊണ്ട് ഫഹമൽതുഹു അലൽ അസ്അബ് ലിഅല്ലാ യഊദ്, ഏറ്റവും പ്രയാസകരമായ പ്രായശ്ചിത്തം അത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു, ഈ കുറ്റത്തിലേക്ക് അയാൾ ഇനി ഒരിക്കലും മടങ്ങാതിരിക്കാൻ. ഇതായിരുന്നു യഹ്യ ഇബ്നു യഹ്യ അൽ-ലൈസിയുടെ പ്രതികരണം എന്നാണ്. വിശുദ്ധ നോമ്പിൻ്റെ പവിത്രതയെ കെടുത്താതിരിക്കാൻ, ആ ഒരു ഫസാദിനെ തടയാൻ 2 കഫാറത്ത്, അത് ഇമാം യഹ്യയുടെ അറിവിൽപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹം അതിനെ പറഞ്ഞില്ല, മൂടി വച്ചു. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അറിവ് പടർത്തുന്ന വിഷയത്തിൽ പുലർത്തിയിരുന്നതായ സൂക്ഷ്മത, മുൻകരുതൽ, വരും വരായ്മകളെ നോക്കി
കാര്യങ്ങൾ പറയുന്ന അവതരിപ്പിക്കുന്ന സച്ചരിതരെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയം, ഈ ഒരു വചനം പഠിക്കുമ്പോൾ സഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. കുറേ മസ്അലകൾ നമ്മുടെ ഈ വചനവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആശയവിവർത്തനം നടത്തുന്നതിൻ്റെ തെളിവുകളിൽ ഒന്നാണ് നമ്മുടെ ഈ വചനം. ലോകർക്ക് സുവിശേഷവും ലോകർക്ക് മുന്നറിയിപ്പുമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അതിൻ്റെ സന്ദേശങ്ങൾ, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിൻ്റെ താല്പര്യങ്ങൾ അതറിഞ്ഞവർ മനസ്സിലാക്കിയവർ ലോകർക്ക് എത്തിക്കുവാൻ വിശുദ്ധ ഖുർആൻ്റെ ഭാഷ അറബിയാണ്. അറബി ഭാഷ അറിയാത്തവർക്ക് ഇത് ഭാഷാന്തരം ചെയ്ത് എത്തിക്കൽ, അറിയിക്കൽ ബാധ്യതയാണ് എന്നതിൻ്റെ തെളിവായി നമ്മുടെ ഈ വചനം ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് എന്ന് തുടങ്ങിയുള്ള വചനം തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ ജിഹാദുൻ നഫ്സ്, ഒരു വ്യക്തിക്ക് തൻ്റെ നഫ്സിനോട് ജിഹാദ് ചെയ്യണം. അത് ദീൻ പഠിച്ചും പഠിച്ചത് പ്രവർത്തിച്ചും പഠിച്ചത് പഠിപ്പിച്ചും പകർത്തിയും ആ മാർഗേണയൊക്കെ ക്ഷമിച്ചും സഹിച്ചുമൊക്കെയുള്ള ജിഹാദാണ്. പഠിച്ച് പ്രാവർത്തികമാക്കിയത് പകർന്നു കൊടുക്കൽ, പഠിപ്പിക്കൽ, അറിയാത്തവർക്ക് അത് എത്തിച്ചു നൽകൽ ജിഹാദാണെന്നതിൻ്റെ തെളിവ് നമ്മുടെ ഈ വചനമാണ്. അത് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഉദ്ധരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും. നമ്മുടെ ഈ വചനം ഇതുപോലത്തെ ചില മസ്അലകളെ കൂടി അറിയിക്കുന്നുണ്ട്. അതിൽ ഗൗരവപ്പെട്ട 1-2 വിഷയങ്ങളുണ്ട്. അറിവ് മൂടിവെച്ചവർ കുറ്റക്കാരാണ്, അവർക്കുള്ള ശിക്ഷ എന്ത് എന്നത് ഈ വചനം അറിയിക്കുന്നു. അപ്പോൾ അറിവ് മൂടി വെക്കാത്തവർ ആര്, എങ്ങനെ, അവർക്ക് എന്ത് എന്ന വിഷയം വിശുദ്ധ ഖുർആൻ അറിയിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് മൂടി വെക്കരുതേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് ബാധ്യതയാക്കി. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുവാൻ, ബാധ്യത നിർവഹിക്കുവാൻ കൂലി വാങ്ങുന്ന വിഷയം പണ്ഡിതന്മാർ ഈ ആയത്ത് ഉദ്ധരിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തിൻ്റെ ഒടുവിൽ വയൽ അനുഹുമുല്ലാഇനൂൻ എന്ന് പറഞ്ഞിടത്ത് ലാനത്ത് ചെയ്യുന്ന ഇവർ എങ്ങനെ ലാനത്ത് ചെയ്യും, ആരെ ലാനത്ത് ചെയ്യും എന്നതിൽ ചില അനുബന്ധങ്ങൾ അറിയേണ്ടതുണ്ട് അനിവാര്യമായും. ഈ വിഷയങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Tune to reality.